കോഴിക്കോട് കോട്ടുളി തണ്ണീർത്തടത്തിൽ കൂറ്റൻ കെട്ടിടം നിർമ്മിച്ചത് താൽക്കാലിക ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതിയുടെ മറവിലെന്ന് രേഖകൾ. സരോവരം ഡ്രീം സിറ്റിയിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ കെട്ടിട നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് 2014 കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇത് മറികടന്നാണ് 85,000 ചതുരശ്ര അടിയിൽ കെട്ടിടം നിർമ്മിച്ചത്. സംരക്ഷിത മേഖലയായി നിലനിർത്തിയ കോട്ടുളി തണ്ണീർത്തടത്തിൽ കെട്ടിട നിർമ്മാണം അനുവദിക്കാനാവില്ലെന്ന് മുൻ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചപ്പോൾ ഭൂവുടമ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് 2014 അന്നത്തെ സെക്രട്ടറി തടസ്സവാദം ഉന്നയിച്ച് വസ്തുതാവിവരണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം പ്രസ്തുത ഭൂമിയിൽ കെട്ടിട നിർമ്മാണം അനുവദനീയമല്ല. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് സരോവരമെന്ന് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി കെട്ടിട നിർമ്മാണത്തിന് തുടക്കമിടുകയായിരുന്നു. കോർപ്പറേഷൻ സെക്രട്ടറി മാറിയതോടെ ഭൂമാഫിയയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങി. ഭൂവുടമയായ എമറാൾഡ് ഫൈസലിന് അനുകൂലമായി കോർപ്പറേഷൻ ഭരണസമിതിയിലെ ചിലരും നിന്നതോടെയാണ് അനധികൃതമായി കാലിക്കറ്റ് ട്രേഡ് സെന്റർ കെട്ടിപ്പൊക്കിയതെന്നാണ് ആരോപണം. എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.